ഇന്ന് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അത്ഭുതത്തിൻ്റെ കലവറകൾ നിറഞ്ഞ 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ കടങ്ങൾ വീടും, നമ്മുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറും. അതാണ് പ്രധാനമായിട്ടും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കടങ്ങൾ വീടാൻ അല്ലാഹു തആല നമ്മെ സഹായിക്കുന്ന 3 ഇസ്ലാമിക ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതമാണ്. ഒരെണ്ണം അള്ളാഹുവിൻ്റെ ഇസ്മും, ഒരെണ്ണം ഒരു ദുആയും, ഒരു കാര്യം പുണ്യമാക്കപ്പെട്ട ഒരു സൂറത്തുമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള 3 കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ ദിവസം അത്ഭുതകരമായിട്ടുള്ള ഈ ഒരു മജ്ലിസിൽ നിന്നുകൊണ്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് പഠിക്കാം. ഉസ്താദെ, ലോണാണ് ഉസ്താദെ, ലോൺ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, ജീവിതത്തിൽ ദാരിദ്ര്യമാണ്, മനസ്സിന് സമാധാനമില്ല, ജീവിതത്തിൽ ഐശ്വര്യക്കുറവുണ്ട്. ഇങ്ങനെ നടക്കുന്ന ഒരുപാട് കമൻറ്റുകൾ വായിക്കാനിടയായി. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. പറയുന്ന ഓരോ ഇൽമുകളും ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, 3 കാര്യങ്ങൾ പ്രധാനമായിട്ടെന്ന് പറയുന്നുണ്ട്. അതിലെ ഇസ്മും പ്രധാനപ്പെട്ടതാണ്, അതുപോലെ തന്നെ ദുആയും പ്രധാനപ്പെട്ടതാണ്, അതുപോലെ പുണ്യമാക്കപ്പെട്ട സൂറത്തും പ്രധാനപ്പെട്ടതാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് നോക്കൂ. അതിനോടൊപ്പം ഞാൻ പറയുന്ന കുറച്ച് ഷർത്തുകൾ, നിബന്ധനകൾ കൂടി ഇൻഷാ അല്ലാഹ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊക്കെയാണ് ആ കാര്യങ്ങളെന്ന് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അതിനായി റബ്ബിനോട് എന്നും ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും 10 മിനിറ്റ് മാത്രമാണ് അറിവ് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ ദിവസവും നമ്മൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അൽഹംദുലില്ലാ, ഏറ്റവും കുറഞ്ഞത് 1000 പേരെങ്കിലും നമ്മുടെ ഓരോ വീഡിയോസ് കണ്ടുകൊണ്ടും ഇരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഉപകാരപ്പെട്ടിട്ടുണ്ട് ഉസ്താദേ എന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. അത് കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. അതിനു വേണ്ടിയിട്ടാണ് ആമുഖമായിട്ട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൊതുവായിട്ട് നമ്മുടെ ഇടയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് കടം എന്നുള്ളത്, സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളത്, സാമ്പത്തിക പരാധീനത എന്നുള്ളത്, സാമ്പത്തിക വിഷമം എന്നുള്ളത്. ഈ സാമ്പത്തികപരമായിട്ടുള്ള വിഷമങ്ങൾ നീങ്ങിക്കിട്ടാൻ ഇന്നത്തെ 10 മിനിറ്റിൽ നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ 3 കാര്യവും വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരെണ്ണം അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അള്ളാഹുവിൻ്റെ ഇസ്മ അറിയില്ലോ പ്രിയപ്പെട്ടവരെ? അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ദുആ ചെയ്താൽ നമ്മുടെ ദുആയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുന്നതാണ്. അതിൽപ്പെട്ട ഒരു പുണ്യമാക്കപ്പെട്ട നാമമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പറയുന്നത്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അല്ലാഹു തആലയ്ക്ക് ധാരാളം നല്ല പേരുകളുണ്ട്. ആ നല്ല അസ്മാഉൽ ഹുസ്നകൾ അല്ലാഹു തആലയ്ക്ക് ഉണ്ട്. ആ അസ്മാഉൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക എന്ന് വിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അല്ലാഹു തആല പറയണമെങ്കിൽ വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമായിരിക്കണം ഇസ്മുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം ഇസ്മാണ് പറയാൻ വേണ്ടി പോകുന്നത്. ആ ഇസ്മ അല്ലാഹു തആലയോട് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, പ്രധാനമായിട്ട് കടത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഉറപ്പായും പടച്ച തമ്പുരാൻ ആ കടം വീട്ടി തരുന്നതാണ്. അള്ളാഹു നമുക്ക് ഈ നാമങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്നത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. നമ്മളത് ചൊല്ലണം, നമ്മുടെ നാവ് കൊണ്ടത് പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഇസ്മുകളും ദുആകളും സൂറത്തുകളും ആയത്തുകളും ഒക്കെ അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതിൽപ്പെട്ട ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് പഠിപ്പിച്ചു തരാം. ഒന്നാമത്തെ കാര്യം ഈ ഇസ്മാണ്. ഇസ്മ പഠിച്ചോളൂ. യാ മുഗ്നി യാ അല്ലാഹ്, ഐശ്വര്യം തരുന്നവനെ, ഐശ്വര്യവാനാക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട യാ മുഗ്നി യാ അല്ലാഹ് എന്ന് പറയുന്ന ഈ ഇസ്മ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും നിങ്ങളെ കൊണ്ട് എത്രയാണോ കഴിയുന്നത് അത്രയും ചൊല്ലുക എന്നുള്ളതാണ്. പ്രത്യേക എണ്ണമൊന്നും പറയില്ല പ്രിയപ്പെട്ടവരെ, പ്രത്യേക എണ്ണം പറയുന്നില്ല. നിങ്ങളെ കൊണ്ട് എത്ര കഴിയുമോ, എത്ര അധികരിപ്പിക്കാൻ കഴിയോ
എത്രയും അധികരിപ്പിക്കുക. അത് നമുക്ക് നല്ലതാണ്, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. എത്ര അധികരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ അത്രയും അധികരിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് റബ്ബന, എൻ്റെ റബ്ബേ, എൻ്റെ രക്ഷിതാവേ, എനിക്ക് ഇന്ന വിഷമങ്ങളൊക്കെ ഉണ്ടല്ല, കടങ്ങൾ ഇത്ര ഉണ്ടല്ല, കടക്കാർ വീട്ടിലേക്ക് കടന്നു വരെയാണല്ല, കടന്നു വരുന്നു റബ്ബേ, അതുകൊണ്ട് തന്നെ അതിന് എനിക്കൊരു പോംവഴി നീ കാണിച്ചു തരണം എന്ന് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാനുള്ള മനസ്സ് കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുക. ഒരു പ്രത്യേക ദുആ ഉണ്ട് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന കടക്കാർക്ക് ഓതാൻ പറ്റിയിട്ടുള്ള, കടക്കാർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ പറ്റിയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട ഒരു ദുആ ഉണ്ട്. ഈ ദുആയും നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചെയ്യാൻ കഴിയോ അത്രയും പ്രാവശ്യം എന്ത് ചെയ്യുക, നമസ്കാരങ്ങൾക്ക് ശേഷമാകട്ടെ, ഖുർആൻ പാരായണങ്ങൾക്ക് ശേഷമാകട്ടെ, ദുആ ചെയ്യുന്നതിന് മുമ്പായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് എത്ര പ്രാവശ്യം ചൊല്ലാൻ പറ്റുമോ, എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ ഈ ദുആ ചെയ്തോളൂ. ദുആ പഠിച്ചോളി. അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക, നീ ഹറാമാക്കിയതിൽ നിന്ന് ഹലാലായതുകൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ തമ്പുരാനെ. വബിത്വാഅതിക അൻ മഅസിയതിക, അല്ലാഹുവേ, നിന്നോട് എതിര് ചെയ്യുന്നതിനെ തൊട്ട്, നിന്നോട് വഴിപ്പെടൽ കൊണ്ട് നീ എന്നെ ഐശ്വര്യവാനാക്കണേ അല്ലാ. വബിഫളിക അമ്മൻ സിവാക്, അല്ലാഹുവേ, നിന്റെ ഔദാര്യം കൊണ്ട്, അതുപോലെ തന്നെ നിന്നെ വഴിപ്പെടൽ കൊണ്ടും ഹലാലായ കാര്യങ്ങൾ കൊണ്ടും നീ എന്ത് ചെയ്യുക, എന്നെ നീ ഐശ്വര്യവാനാക്കണേ അല്ലാ എന്നർത്ഥം വരുന്ന പുണ്യമാക്കപ്പെട്ട ദിക്ർ ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഈ പുണ്യമാക്കപ്പെട്ട ദിക്ർ ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മളെ കൊണ്ട് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ, നമസ്കാരങ്ങൾക്ക് ശേഷം ഒക്കെ ചെയ്യുക, നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ചെയ്യുക പ്രിയപ്പെട്ടവരെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ കാര്യം ഒരു സൂറത്താണ്. ഈ സൂറത്ത് എല്ലാ ദിവസവും രാത്രിയിൽ ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക. ഒരു പ്രാവശ്യം. ഇത് ഓതിയവർക്കൊക്കെ അത്ഭുതങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ പ്രിയപ്പെട്ടവർ. ഏതാണെന്നറിയോ? സൂറത്തുൽ വാഖിഅയാണ്. ഉസ്താദെ, ഞങ്ങൾ പാരായണം ചെയ്യുന്നത് തന്നെയാണ് ഉസ്താദെ. പ്രിയപ്പെട്ടവരെ, വുളുവോടുകൂടി മര്യാദകൾ അനുസരിച്ച് പരമാവധി തെറ്റില്ലാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ എത്ര മനോഹരമായിട്ട് നമുക്ക് ഓതാൻ കഴിയോ അത്രയും മനോഹരമായിട്ട് ഓതുക പ്രിയപ്പെട്ടവരെ. അതിനുള്ള എല്ലാവിധ അദബുകളും പാലിച്ചുകൊണ്ട് ഓതുക പ്രിയപ്പെട്ടവരെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും രാത്രിയിട്ട് ഈ സൂറത്ത് രാത്രിയിൽ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ലം യജിദുഹു ഫാഖത്തുൻ അബദ, അവന് പിന്നെ യാതൊരു തരത്തിലുള്ള ഫാഖത്തുകളും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ഒരു ഇടുക്കവും ഒരു ഞെരുക്കവും ഒരു സാമ്പത്തിക പ്രതിസന്ധികളും ഒന്നും അവനിലേക്ക് വന്നു ചേരില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരു സംഭവം തന്നെ ഉണ്ടല്ലോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം അവിടുത്തെ പെൺമക്കളുടെ അടുക്കലേക്ക് ഖലീഫമാരും സ്വഹാബത്തും ഒക്കെ കടന്നു ചെന്നിട്ട് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം, നിങ്ങളെ സഹായിക്കാം, സമ്പത്തുകൾ കൊണ്ട് നീട്ടിപ്പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു നിന്ന സ്വഹാബത്തിന്റെ മുന്നിൽ ആ മക്കൾ പറഞ്ഞെന്താണെന്നറിയോ? ആ പെൺകുട്ടികൾ പറഞ്ഞുപോയി, ഞങ്ങളുടെ ഉപ്പ ഞങ്ങളെ വാഖിഅ ഓതി പഠിപ്പിച്ചിട്ടുണ്ട്, സൂറത്തുൽ വാഖിഅയുടെ മഹത്വങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യം വരുമോ എന്ന് നിങ്ങളാരും ഭയപ്പെടണ്ട, നിങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ട് എന്ന് പറഞ്ഞ മറുപടി പറഞ്ഞ പെൺമക്കൾ. പ്രിയപ്പെട്ടവർ, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ആ മക്കൾ ഓതട്ടെ. ഓതാനറിയുന്ന മക്കളെ കൊണ്ട് ഓതിപ്പിക്കുക. ദിവസവും മഗ്രിബിന് ശേഷം ഇരുത്തി ഓതിപ്പിക്കുക. അത് കഴിഞ്ഞ് മതി ഏതു പഠനവും. അള്ളാഹു ഇതിലൂടെ ബറക്കത്ത് തരും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മൂന്ന് കാര്യങ്ങളും ഇൻഷാ അള്ളാഹ് ജീവിതത്തിൽ എന്നെന്നും പ്രാവർത്തികമാക്കുക. അത് നമ്മൾ പറഞ്ഞത് ഇസ്മാണ് യാ മോഹനി യാ അള്ളാഹ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് ദുആയാണ്, അല്ലാഹുമ്മ അഗ്നിനി ബിഹലാലിക അൻ ഹറാമിക വബിതാഅതിക അൻ മഅസിയതിക വബിഫളിക അമ്മൻ സിവാക. മൂന്നാമത് നമ്മൾ പറഞ്ഞത് സൂറത്തുൽ വാഖിഅയാണ്. ഈ മൂന്ന് കാര്യങ്ങളും അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ കടക്കാരാകാൻ, കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക്, കടക്കെണിയിൽ വീണുപോയവർക്ക്, ലോണിൽ കുടുങ്ങിപ്പോയവർക്ക്, പലിശയിൽ പെട്ടുപോയവർക്ക് കരകയറാൻ അള്ളാഹു നൽകുന്ന അവസരമായിട്ട്
നമ്മുടെ ഇന്നത്തെ മജ്‌ലിസിനെ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉറപ്പായിട്ടും അള്ളാഹു നമ്മെ സഹായിക്കും. ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ഒരുപാട് പേര് കമന്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു അവർക്കൊക്കെയും വിഷമങ്ങളിൽ നിന്ന് അറുതി വരുത്തട്ടെ, പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, ദുഃഖങ്ങൾ ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ, സന്തോഷമുള്ള സമാധാനമുള്ള കുടുംബജീവിതം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.